ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് കൃഷ്ണപ്രിയ. എനിക്ക് 19 വയസ്സായി. എൻ്റെ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു വിട്ട വീട്ടിൽ ഒരിക്കൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായ അനുഭവമാണ് നിങ്ങളോടിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ വീട് മലപ്പുറത്താണ്. വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്, പിന്നെ ചേച്ചിയുമുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിപ്പിച്ച് വിട്ടത് തൃശ്ശൂർക്കാണ്. ഞാനും ചേച്ചിയും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ചേച്ചിയുടെ പഠിത്തമെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴാണ് നല്ലൊരു കല്യാണാലോചന വന്നത്. 2 വീട്ടുകാർക്കും ഇഷ്ടമായതോടെ കല്യാണം നടത്തി. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ആൾക്ക് തൃശ്ശൂരുള്ള ഒരു പ്രൈവറ്റ് ബാങ്കിൽ മാനേജരായി ജോലി ചെയ്യുന്നു. ആളുടെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നൊരു അനിയനുമുണ്ട്. ഞാനും അച്ഛനും അമ്മയും ഇടയ്ക്കൊക്കെ ചേച്ചിയെ കാണാൻ പോവാറുണ്ട്. ഞങ്ങളെല്ലാം ചെല്ലുന്നത് അവർക്ക് വലിയ കാര്യമാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഞാനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചിയും ശ്രീജിത്ത് ചേട്ടനും വീട്ടുകാരെല്ലാം വന്ന് അനുജൻ്റെ കല്യാണം ശരിയായെന്നും എല്ലാം പറഞ്ഞ് ഞങ്ങളെ ക്ഷണിച്ചിട്ട് പോയത്. അങ്ങനെ ആ ദിവസം വന്നെത്തി. കല്യാണ ദിവസത്തിൻ്റെ തലേദിവസം ഒരു ഉച്ചയായപ്പോൾ ഞാനും അച്ഛനും അമ്മയും അവരുടെ വീട്ടിലെത്തി. കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഓരോരോ ജോലിയിലാണ്. കല്യാണത്തിൻ്റെ സദ്യയെല്ലാം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചേച്ചിയും അവിടുത്തെ അമ്മയും കുറച്ച് പെണ്ണുങ്ങളും എല്ലാം അടുക്കളയിലുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറേ ബന്ധുക്കളെല്ലാം വരും. അവർക്കുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കണം. അവരെല്ലാം ആ ജോലിയിലാണ്. ഞാനും അമ്മയും നേരെ അടുക്കളയിലേക്ക് പോയി. അങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടുത്തെ അച്ഛൻ വന്ന് അവിടുത്തെ അമ്മയോട് പറഞ്ഞത് പുറത്തെ പണിക്കാർക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ. അമ്മ വെള്ളമെടുത്ത് പുറത്തേക്ക് പോവാൻ തുടങ്ങിയതും ചേച്ചി അതും വാങ്ങി പുറത്തേക്ക് പോയി. അത് കണ്ട് അമ്മ ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് പറയുകയാണ്, ഇവള് ഇങ്ങനെയാണ്, എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല. എൻ്റെ കാര്യത്തിൽ അവൾക്ക് നല്ല ശ്രദ്ധയാണ്. ഇങ്ങനെയൊരു മരുമകളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അത് കേട്ടതും എനിക്കും അമ്മയ്ക്കും നല്ല സന്തോഷമായി. വൈകുന്നേരം ആയപ്പോഴേക്കും ബന്ധുക്കളെല്ലാം വന്നു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നാളെ കല്യാണമാണ്. എല്ലാവരും രാവിലെ എണീക്കണം. അതുകൊണ്ട് തന്നെ 10 മണിയായപ്പോഴേക്കും എല്ലാവരും ഉറങ്ങാൻ നോക്ക് എന്ന് അച്ഛൻ വന്ന് പറഞ്ഞു. കുറെ ബന്ധുക്കളുണ്ട്. എല്ലാവരും എവിടെ ഉറങ്ങും? ആണുങ്ങളെല്ലാം പുറത്തുള്ള പന്തലിലും അമ്മമാരും പിള്ളേരുമെല്ലാം വീടിൻ്റെ ഉള്ളിലും ഉറങ്ങട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ അവിടുത്തെ അമ്മയോട് അമ്മായിച്ചൻ പറഞ്ഞു, നീ അടുക്കളയുടെ സൈഡിലുള്ള സ്റ്റോർ റൂം, അവിടെ ഒരാൾക്ക് ഉറങ്ങാനുള്ള സ്ഥലമുണ്ട്, അവിടെ കിടന്നു. അതും പറഞ്ഞ് അമ്മായിച്ചൻ പോയി. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അവിടുത്തെ അമ്മ സ്റ്റോർ റൂമിലേക്ക് പോവാൻ തുടങ്ങുകയാണ്. അത് കണ്ടതും എൻ്റെ ചേച്ചി അമ്മയോട് പറഞ്ഞു, അമ്മ അവിടെ നല്ല തണുപ്പാണ്, അവിടെ കിടന്ന് ഉറങ്ങിയാൽ അമ്മയ്ക്ക് വയ്യാണ്ടാകും. അമ്മ ഇവിടെ ഉറങ്ങിക്കോ, ഞാൻ അവിടേക്ക് പൊക്കോളാം. അപ്പോഴാണ് എനിക്കൊരു ആശയം തോന്നിയത്. ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം ഫോൺ നോക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ഇവിടെ കിടന്നാൽ അത് പറ്റില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇവിടെ ഉറങ്ങിക്കോ, ഞാൻ അവിടേക്ക് പൊക്കോളാം. എനിക്ക് തണുപ്പൊന്നും ഏൽക്കില്ല. ഞാൻ ചെറുപ്പക്കാരിയല്ലേ. ഒരു ചെറുപ്പക്കാരി വന്നേക്കുന്നു. അവിടെയാകുമ്പോൾ നിനക്ക് ഫോൺ നോക്കാലോ, ആരും ഒന്നും പറയില്ല. ചേച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഞാൻ അവിടേക്ക് പോയി. അവിടെ ചെറിയൊരു കട്ടിലുണ്ട്. കുറച്ചു നേരം ഫോൺ നോക്കി, പിന്നെ ഉറങ്ങി. നല്ല ഉറക്കമാണ്. എന്നാലും ചെറിയൊരു ബോധത്തിൽ എന്തോ ഇഴയുന്ന പോലെ തോന്നുന്നു. മുമ്പിലത്തെ മുഴയിലും പൂവിലുമെല്ലാം എന്തോ ഇഴയുന്ന പോലെ. ആ അനുഭവം കൂടിക്കൂടി വന്നു. ഞാൻ കണ്ണു തുറന്നു. എൻ്റെ തോന്നലല്ല, എൻ്റെ മേലെ എന്തോ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പൂവിലേക്ക് വലിയ കോല് ആഴ്ന്നിറങ്ങി. ഇവിടുത്തെ അമ്മയോടാണ് അച്ഛൻ ഇവിടെ വന്ന് ഉറങ്ങാൻ പറഞ്ഞത്. ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. അമ്മയോട് എന്തു പറഞ്ഞാലും ചേച്ചിയാണ് ആ ജോലികളെല്ലാം ചെയ്യുക. ചേച്ചിയുടെ തേങ്ങ ആണെന്ന് വിചാരിച്ച് എൻ്റെ തേങ്ങയാണ് പൊതിക്കുന്നത്.